ആ സ്കൂളും പരിസരവും BJPയുടെ കേന്ദ്രമാണ്. അവിടെ വേറൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അവിടെ പ്രവേശനം പോലും ഇല്ല. അവിടെ എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്വം BJPക്കാണ്. ഒന്ന്, അവിടെ എന്നും ശാഖ നടക്കുന്ന സ്കൂളാണ്. എൻ്റെ മനസ്സിൽ തോന്നുന്നത് വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് BJP മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കാനുള്ള തന്ത്രത്തെ അതിനനുസരിച്ച് മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ പറയുന്ന ബോംബും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എല്ലാം. അതിനകത്ത് ഒരു പാർട്ടിക്കും പ്രവേശിക്കുന്നില്ല. അവർ BJPയുടെ RSSൻ്റെ മാത്രം കേന്ദ്രമാണ് അവിടെ. അതിൻ്റെ ഉത്തരവാദിത്വം അത് ആരെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് RSSനും BJPക്ക് തന്നെയാണ്. അത് ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ആളല്ല, അത്ര പ്രാപ്തനായിട്ടില്ല ഞാൻ. അപ്പോൾ ഞാൻ പ്രതികരിക്കാം. അല്ല, അത് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് അറിയില്ല, എന്നല്ല പ്രതികരിക്കാൻ പറ്റുള്ളൂ. ഞാൻ അറിയില്ല. ഇതുപോലുള്ള പരാതി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, ഇന്നുവരെ കിട്ടിയിട്ടില്ല, ആരും തന്നിട്ടില്ല. ഈ ഇദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആരെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ അത്തരത്തിലുള്ള നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പരാതി ഇവിടെ ആർക്കും വന്നിട്ടില്ല. ഉണ്ടെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാണ്. അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല. പക്ഷേ അതിന് പിന്നാലെ തന്നെ പിന്നീട് പാലക്കാട്ടെ MLA-ക്കെതിരെ അല്ലെങ്കിൽ MLA-യുടെ ചിത്രങ്ങൾ വെച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അത് അദ്ദേഹമാണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുന്നു. പിന്നീട് പാർട്ടി ഏറ്റെടുക്കുന്ന ACC ഇപ്പോൾ അദ്ദേഹത്തോട് സ്ഥാനങ്ങളിൽ നിന്ന് മാറാനുള്ള ഒരു നിർദ്ദേശം നൽകുന്നു. ഇതൊന്നും എനിക്കറിയില്ല. അത് എന്ത് വേണമെങ്കിൽ മാർച്ച് നടത്താം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തെക്കുറിച്ച് അറിയില്ല. ഞാൻ ഇതിന് പ്രതികരിക്കാൻ ഇപ്പോഴില്ല. എനിക്കറിയില്ല, ഇതിനെക്കുറിച്ച് ഞാൻ അറിയില്ല. ഞാൻ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ആളില്ല. അല്ല, അത് BJPക്കാർ എപ്പോഴും കോൺഗ്രസിനെതിരെ പ്രചരണം നടത്തുന്ന ഓഫീസിൽ ഇതിന് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ലേ? ഇതിന്റെ മുൻപും അവരുടെ ഒരു അംഗനവാടി ഇഷ്യൂസ് വരുമ്പോൾ BJP പ്രകടനം നടത്തിയിട്ടുണ്ട്, DC ഓഫീസ് പ്രകടനം നടത്തിയിട്ടുണ്ട്. അവർക്ക് പ്രകടനം നടത്താൻ ഈ കാരണമൊന്നും വേണ്ട. പക്ഷേ എനിക്കിതിനെക്കുറിച്ച് അറിയില്ല. അറിയാതെ ഞാൻ പറയേണ്ട കാര്യമില്ല. അത് കാരണം പ്രതികരിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ പറയുമ്പോൾ പറയാം. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഇതിനെക്കുറിച്ച് ഇല്ല, വനിതകളെ ആക്രമിക്കുന്നതിനും കോൺഗ്രസ് കൂട്ടു നിൽക്കുന്നില്ല പഠിക്കുന്നത്. പക്ഷെ ഇതുമായിട്ടല്ല ഒരിക്കലും. പക്ഷേ ഈ സംഭവത്തിൽ എനിക്കറിയാത്ത കാര്യത്തിൽ ഞാൻ പ്രതികരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അറിയില്ല. ഇല്ല, അങ്ങനെയൊന്നും പ്രിയ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ DC പരിശോധിക്കും. അങ്ങനെ പരാതി ഇല്ലല്ലോ, നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. അങ്ങനെ പരാതി കിട്ടിയിട്ടില്ല. ഇതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. ഉണ്ടെങ്കിൽ ഞാൻ പറയും. വരട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും പാർട്ടി ഏത് തീരുമാനിച്ചാൽ അത് അംഗീകരിക്കില്ലേ നമ്മൾ. അങ്ങനെ എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ഇതിനെ കുറിച്ച് MLA ആണോ അതിനെ കുറിച്ച് എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എവിടെ അങ്ങനെ അല്ല, അത് തന്നെയാണ്. എനിക്ക് അറിയാത്തത് അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. എനിക്കറിയില്ല. നോക്കട്ടെ. ഇതിനെക്കുറിച്ച് എന്തായാലും ഞാൻ പ്രതികരിക്കാനില്ല. ആവട്ടെ, വ്യക്തത അറിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പ്രതികരിക്കാം. ഓക്കെ. ഇല്ല, ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഇല്ലാത്തവിടെ നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ലാതെ ബന്ധപ്പെടുന്ന കാര്യമില്ലല്ലോ. ഇതിനെക്കുറിച്ച് അറിഞ്ഞാൽ 100% നിങ്ങൾ പ്രതികരിക്കും. ഉറപ്പായി പ്രതികരിക്കാം. ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ല എന്നിട്ട് വേണ്ട ഇതിനെക്കുറിച്ച് പറയണേ. ഇല്ലാത്തത് ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ല. ഒന്ന്, അതാരായാലും അത് തർക്കം. അത് കോൺഗ്രസിന്റെ നയമാണ്, അല്ല എൻ്റെ നയമൊന്നുമല്ല. കോൺഗ്രസ് ഒരു കാരണവശാലും അനാവശ്യമായിട്ട് സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരാളെയും വെച്ച് കൊടുക്കുന്ന തർക്കമുണ്ട് അതിനകത്ത്. ഇതിന് ആരാവശ്യപ്പെട്ടു? അതെനിക്കറിയില്ല. അറിയാത്തതിന് വിടുന്ന. അപ്പൊ ഇത് വ്യക്തത വരികയാണെങ്കിൽ 100% അപ്പൊ ഞാൻ പ്രതികരിക്കാം. എനിക്കറിയാം. ഓക്കെ. ഒരു കാര്യമുണ്ട്, അതിന്റെ യഥാർത്ഥം കണ്ടുപിടിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കണം. അതിനകത്ത് എൻ്റെ അഭിപ്രായം ശരിയാണെങ്കിൽ ഞാൻ 40-45 വർഷം രാഷ്ട്രീയം നടത്തുന്നതാണ്. അവിടെ പോകാൻ ധൈര്യമായി പോകാൻ പ്രവേശിക്കാനുള്ളത് BJPക്കാരും RSകാരും അല്ലാതെ വേറൊരു പാർട്ടി ഈ പാർട്ടി ആയിരിക്കും. അതൊന്നും മാത്രമല്ല,
ആണ്. അവിടെ 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 ഒന്നുകൂടി പറയാം, ഇലക്ഷന് ബൂത്തിലിരിക്കാൻ പോലും CPM-നും കോൺഗ്രസിനും അനുവദിക്കാത്ത ഏരിയയാണ്. അപ്പോൾ അവിടെ അവരുടെ മാത്രം സാങ്കേതികമായിട്ട് വളരെയേറെ അവരുടെ കേന്ദ്രമാണ്, അവർ മാത്രം സഞ്ചരിക്കുന്നു, അവിടെ പ്രവർത്തിക്കുന്ന മേഖലയാണ്. ഇതിനകത്ത് ഞാൻ ഇപ്പോഴും പറയുന്നു, മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്, അതിൻ്റെ മുന്നോടിയായിട്ട് ആളുകളെ ഭീഷണിപ്പെടുത്താനും മിരട്ടാനും കാണിക്കുന്ന അതിൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗത്തിലായിരുന്നു അത് പൊട്ടിപ്പറിച്ചായിരിക്കും. ഇത്രയും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചാലേ നമ്മൾ ചെയ്തറിയും, നമ്മൾ ഇത് ചെയ്തറിയും. അപ്പോൾ ഇതിനെക്കുറിച്ച് യഥാർത്ഥം കണ്ടുപിടിച്ച് കുറ്റക്കാരാരാണെന്ന് കണ്ടുപിടിച്ച് ശിക്ഷിക്കണം, അതാണ് വേണ്ടത്.